ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും കിട്ടാത്ത എന്ത് നീതിയാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് ലഭിക്കുന്നത്? പോലീസ് മടങ്ങിയത് എന്തുകൊണ്ട് വാളകത്തെ വീട്ടിൽ നിന്നും? സ്ത്രീ സുരക്ഷയുടെ ഏറ്റവും വലിയ ആളെന്ന നിലയിൽ കപ്പം പിടിച്ചിരുന്ന മുഖ്യമന്ത്രി നിലപാട് ഇതിലെന്താണ്? എന്ത് നടപടി സ്വീകരിക്കും? ഈ ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റേതാണ്. ഉത്തരം കിട്ടിയേ പറ്റുന്ന നിലപാടിലാണ് UDFും പ്രതിപക്ഷവും. കെ പി ഗണേഷ് കുമാർ എന്ന ഘടകകക്ഷി മന്ത്രിയെ എന്തിനാണ് LDF ഇനിയും ചുമന്നുകൊണ്ടേയിരിക്കുന്നത്? ഇവിടെ നടന്നിരിക്കുന്നത് മറ്റൊരു പോലീസ് അനാസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും തുല്യമാകില്ല. അനാസ്ഥയ്ക്കും അപ്പുറം പോലീസ് സംവിധാനം ഒന്നടങ്കം അധികാരവർഗത്തിന് വേണ്ടി തിരിഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നു. വാളകത്ത് നടന്ന സംഭവം പോലീസ് സേനയ്ക്ക് മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു. പോലീസ് ആസ്ഥാനത്ത് നേരിട്ട് വിളിച്ച് പരാതി അറിയിച്ചതിന് പിന്നാലെ കൊട്ടാരക്കരയിൽ നിന്നും പോലീസ് സംഘമെത്തി. അതുവരെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ അകത്ത് മന്ത്രി സാക്ഷാൽ കെ പി ഗണേഷ് കുമാറാണെന്നറിഞ്ഞപ്പോൾ ജീപ്പിൽ വന്ന ഏമാന്മാരുടെ മുട്ട് വിറച്ചു. ജീപ്പിൻ്റെ ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയ ആ പാവം സ്ത്രീ ബിന്ദു മേനോൻ കണ്ടത് വന്നതിനേക്കാൾ വേഗതയിൽ ഗിയർ മാറിപ്പോകുന്ന പോലീസ് സംഘത്തെയാണ്. അവർ തിരിച്ചോടുകയായിരുന്നു. പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടാണ് ഈ 2.0 കാലത്തെ ഈ സംഭവം. ഉത്തരേന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ അവിടെയാണ് ഇത്തരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അവിടുത്തെ പോലീസുകാരും ഇപ്പോൾ ഏറെ മാന്യമായ രീതിയിൽ പ്രതികളോടും പരാതിക്കാരോടുമൊക്കെ പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. വിവേകം അവർക്കിപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ പോലീസിന് ആ വിവേകം ഇനിയും കയ്യെത്താ ദൂരത്താണ്. മന്ത്രി കെ പി ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു മേനോനോട് രാത്രി വിളിച്ച് മാപ്പ് പറഞ്ഞു. ആര്? കെ പി ഗണേഷ് കുമാർ. ഇതോടെ അവർ ഒത്തുതീർപ്പിനെ സംബന്ധിച്ച് ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നുണ്ട്. അവർ ഉന്നയിച്ച വെളിപ്പെടുത്തലുകൾ ശനിയാഴ്ച ദിവസം ഉന്നയിച്ചത് എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി ഇനി അവർക്ക് ചിലപ്പോൾ പരാതി ഉണ്ടാകില്ല. ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം അങ്ങനെ രാജിവെക്കേണ്ടതില്ലായിരിക്കാം. ഗണേഷ് കുമാറിന് പത്തനാപുരത്ത് വീണ്ടും മത്സരിക്കാമായിരിക്കും. അതായിരിക്കും, അങ്ങനെ തന്നെയായിരിക്കും LDFിൻ്റെ നേതൃത്വത്തിൻ്റെ തീരുമാനം. അതല്ലാതെ വേറൊരു കീഴ്വഴക്കം അവർക്ക് മുന്നിലില്ല. LDFിന് മുന്നിൽ ഇതേ ബിന്ദു മേനോൻ പരാതി നൽകിയാൽ മാത്രം കേസെടുക്കാവുന്ന നിലപാടിലാണ് ഇപ്പോൾ പോലീസ്. അതെന്ത് ന്യായമാണ്? മുഖ്യമന്ത്രിക്കും DGPക്കും ഇൻ്റലിജൻസ് വിശദമായ റിപ്പോർട്ട് അങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. മന്ത്രി ഗണേശിൻ്റെ ജീവനക്കാർ കയ്യേറ്റം ചെയ്തതിൽ ബിന്ദു പരാതി നൽകിയാൽ കേസെടുക്കേണ്ടി വരും. ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വരാനുള്ള സാഹചര്യങ്ങൾ തള്ളിക്കളയാനാകില്ല. അത് വേണമെങ്കിൽ ഗണേഷ് കുമാർ പത്തനാപുരത്ത് മത്സരിക്കുമ്പോൾ അവിടെ പുറത്തിറങ്ങും. അങ്ങനെയാണ് സ്പെഷ്യൽ റിപ്പോർട്ട്. ആ ചിത്രങ്ങൾ കേരളത്തിലുടനീളം LDFിന് ബാധ്യതയായി മാറും. അതും റിപ്പോർട്ടിലുണ്ട്. കേട്ടുകേൾവി പരാതിയിൽ കേസെടുത്താൽ നിലനിൽക്കുന്ന മറ്റൊരു ഗ്യാപ്പ് കൂടി അവരതിൽ വച്ചിട്ടുണ്ട്. കയ്യേറ്റത്തെക്കുറിച്ചോ ഗാർഹിക പീഡനത്തിലോ ബിന്ദു മേനോൻ നേരിട്ട് പരാതി നൽകിയാൽ കേസെടുക്കാമെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ ഏതാണ്ടൊക്കെ നിലപാട്. അതങ്ങനെ തന്നെയാണ്. പക്ഷേ സാധാരണക്കാരനാണെങ്കിൽ എപ്പോഴേ റിമാൻഡ് ചെയ്തേനെ. പക്ഷെ ഒരു കുറ്റം നടന്നത് ആരോപിക്കുന്നതല്ലാതെ പ്ലേസ് ഓഫ് ഒക്കറൻസിൽ പോയി കുറ്റം നടന്ന ആ സ്ഥലത്ത് പോയി പോലീസ് എത്തിയാൽ അവിടെ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ, അതേപ്പറ്റി പോലീസുകാർക്ക് 1, 2 എന്ന തരത്തിൽ ഇനി പോലീസ് അക്കാഡമിയിലോ മറ്റെവിടെയെങ്കിലും സ്വകാര്യ ട്യൂഷൻ സെൻ്ററിലോ ഒക്കെ ക്ലാസ് എടുക്കേണ്ടി വരും. അത് അത്യാവശ്യമാണ്. ഗണേഷ് കുമാറിനെ ഒരു സ്ത്രീക്കൊപ്പം വീട്ടിൽ കണ്ടതോ അവർ തമ്മിൽ ഇടപാടുകളോ ഒന്നും കേസാക്കുന്നതല്ല. അത് ന്യായം. ഗണേഷ് കുമാർ പറയുന്നതിൽ ആ ന്യായമുണ്ട്. പക്ഷേ മന്ത്രിയുടെ വാളകത്തെ വീട്ടിൽ വെച്ച് തന്നെ മുറിയിൽ അടച്ചുപൂട്ടിയിട്ടെന്നും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് തൻ്റെ ഫോൺ തട്ടിപ്പറിക്കുകയും തൻ്റെ ശരീരത്തിൽ തൊടുകയും തന്നെ മർദ്ദിക്കുകയും ചെയ്യുന്ന ബിന്ദു മേനോൻ്റെ ആ ആരോപണം, അതിലാകും ഗണേഷ് കുമാറിനെതിരെ ജയിലിടിഞ്ഞാൽ പോലും പുറത്തു വരാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുക്കേണ്ടി വരിക. അതും അവർ രേഖാമൂലം പരാതിപ്പെട്ടാൽ മാത്രം. അവർ പരാതിപ്പെട്ട ആരോടാണ്? മുൻ DGP R ശ്രീലേഖയോട്, പിന്നെ ഗണേഷ് കുമാറിൻ്റെ ബന്ധുക്കളോട്. ഇവരോടൊക്കെ അവർ വിളിച്ച് പറഞ്ഞിട്ടാണ് അവർ പാലക്കാട്ടിലേക്ക് തിരിച്ചു പോയത്. അന്ന് ഒരു സ്ത്രീയെ സഹായത്തിനായി വിളിച്ചിട്ട് സ്ഥലത്തെത്തിയ പോലീസ് അവരെ അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്താനോ ആ പരാതി ഒന്ന് സ്വീകരിക്കാനോ എഴുതിയെടുക്കാനോ ഒട്ടും തയ്യാറായില്ല. ഇത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ജനകീയ ഇടപെടലല്ല, ഗുരുതരമായ വീഴ്ചയെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത്. LDFിലെ നേതാക്കൾക്ക് ഒരു നീതിയും മറ്റുള്ളവർക്ക് ജയിൽവാസവും. ഇത് കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. കേരളത്തിലെ സ്ത്രീകൾക്ക് പോലീസിനെ കൊണ്ട് എന്ത് സുരക്ഷയാണ് ലഭിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങനെ ചോദിക്കുന്നത്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് ലഭിക്കാത്ത നീതി ഒരു സാധാരണ സ്ത്രീക്ക് എങ്ങനെ ലഭിക്കും? സ്ത്രീ സുരക്ഷയുടെ പേരിൽ പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടി ഷെൽഫിൽ കൊണ്ടുവയ്ക്കുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പുലർത്തുന്ന മൗനം നിഗൂഢമാണ്, പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. ഭരണകൂടത്തിൻ്റെ സ്ത്രീ സുരക്ഷാ വാദങ്ങൾ വെറും PR പണിയായി മാറി.
സ്വന്തം വീട്ടിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ബിന്ദു മേനോൻ പരാതി കൊടുത്താൽ കോടതി പറയുക വാളകത്തെ ആ കുടുംബ വീട്ടിൽ അവർക്കാകും അവകാശം. നമ്മുടെ ഗാർഹിക പീഡന നിയമപ്രകാരം എന്താണ് പോലീസ് നൽകുന്ന നിർദ്ദേശം? തൻ്റെ വീട്ടിൽ തനിക്ക് കഴിയാൻ സുരക്ഷിതമില്ലെന്നും കണ്ടാൽ ആ വീട്ടിലെ പ്രതികളായ ആ സ്ത്രീ പറയുന്നവർ ഇറങ്ങിക്കൊടുത്തിരിക്കണം. അത് സ്ഥലത്തെ SHO തീരുമാനിക്കേണ്ട കാര്യമാണ്. ആ സ്ത്രീയെ ആ വീട്ടിൽ താമസിപ്പിക്കാനും ആ വീട്ടിലേക്ക് സുരക്ഷിതമായി ആ വീട്ടിൽ ആ സ്ത്രീക്ക് സ്വന്തം ഇടമുണ്ടാക്കിയെടുക്കാനും താമസിക്കാനുമൊക്കെ പോലീസ് വഴിയൊരുക്കണമെന്നാണ് ഗാർഹിക പീഡന നിയമത്തിലെ ഏറ്റവും പുതിയ സെക്ഷനുകൾ ആവർത്തിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ബോധിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ പോലീസ് വന്നതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ തിരിച്ചോടി. ഗണേഷ് കുമാർ ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു, പഴി പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വേട്ടയാടാൻ തൻ്റെ പിതാവ് ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ MLA പറയുന്നത്. ഒരു ജ്യേഷ്ഠ സഹോദരനെ താൻ കണ്ട വ്യക്തിയായിരുന്നു. പക്ഷേ ചില സംഭവവികാസങ്ങൾ ഗണേശിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില സംഭവങ്ങൾ തങ്ങളുടെയൊക്കെ മനസ്സ് മാറ്റി, കുടുംബത്തിൻ്റെ മൊത്തം മനസ്സ് മാറ്റി. 2013 സോളർ കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ കരിക്ക് കുടിച്ചു എന്നതുപോലുള്ള വൃത്തികെട്ട ആരോപണങ്ങൾ ഉന്നയിച്ച മൊറൽ പോലീസിംഗ് നടത്തിയവരാണ് ഗണേശ് അടക്കം CPIക്കാർ. സ്വന്തം മന്ത്രിസഭയിലെ ഒരു അംഗത്തിനെതിരെ ഇത്രയും വലിയ ആരോപണം ഉയർന്നിട്ടും മുഖ്യമന്ത്രിയുടെയും CPMൻ്റെ നിലപാട് എന്താണെന്നറിയാൻ തനിക്ക് കൗതുകമുണ്ടെന്നും ചാണ്ടിയുമ്മൻ പരിഹസിക്കുന്നുണ്ട്. പരിഹാസമൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ ചാണ്ടിയുമ്മൻ പറഞ്ഞതിലും VD സതീശൻ പറഞ്ഞതിലും മഹിളാ കോൺഗ്രസ്സുകാർ ഇപ്പോൾ പത്തനാപുരത്ത് ഗണേശൻ്റെ ഓഫീസിന് മുന്നിൽ കിടന്ന് പറയുന്നതിലും ഒക്കെ കാര്യമുണ്ട്. അതെങ്കിലും ഒന്ന് ഇടത് സർക്കാർ മനസ്സിലാക്കണം.